ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒന്നിനായ വൈദിക ശ്രേഷ്ഠരെ, വിശ്വാസികളുടെ സമൂഹമേ, ദൈവത്തിൻ്റെ വലിയ കൃപയായി ഒരു പുനരുത്ഥാന കാലം കൂടി ദൈവത്തിൽ ആശ്രയിച്ച് ബലിയർപ്പിക്കുവാനിടയാകുന്നു. പ്രത്യേകിച്ച് ഇന്ന് ഈ ദേവാലയത്തിൽ പരിശുദ്ധ ഗീവർഗീസ് സഹോദരന്റെ പെരുന്നാൾ നാം ആഘോഷിക്കുവാൻ ദൈവം നമ്മെ അനുവദിക്കുന്നു. ഇന്നലെ സന്ധ്യാനമസ്കാരത്തിൽ ഓർപ്പിച്ചതുപോലെ ഇത് സഹദായുടെ 1717 ഓർമ്മ പെരുന്നാളാണ്. സഹദായുടെ ജീവിതത്തെക്കുറിച്ച് ചരിത്രപരമായി നമുക്ക് ലഭിക്കുന്ന ചില അറിവുകൾ, സൂചനകൾ നാം ഒരിക്കൽ കൂടെ അനുസ്മരിക്കുകയാകുന്നു. നാം ദൈവസുതന്മാരായിടുവാൻ അവരുടെ ജീവിതകാലത്ത് നമ്മെ പഠിപ്പിച്ച പിതാക്കന്മാരെ പ്രാർത്ഥനകളിൽ, കുർബാനകളിൽ നാം ഓർക്കണം. പിതാക്കന്മാരെ എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന അമ്മമാര് വിചാരിക്കുന്നുണ്ടാവും, ഈ അമ്മമാരെ ഓർക്കണ്ടേ എന്ന്. തീർച്ചയായിട്ടും അവിടെ ഒന്നിച്ചുള്ളൊരു പദമാണ്, മാതാപിതാക്കളെ നാം ഓർക്കണമെന്നാണ്. അവിടെ പൂർവികരെല്ലാവരെയും ഓർക്കണമെന്നാണ്. എന്തിനാണ് ഓർക്കുന്നത്? വേദവചനം വളരെ വ്യക്തമായിട്ട് പറയുന്നു, നിങ്ങളെ വഴി നടത്തിയവരെ ഓർക്കുവിൻ. അവരുടെ ജീവാവസാനത്തോളവും അവരുടെ പ്രവൃത്തികളെ ധ്യാനിപ്പിൻ. അതിൽ നിന്ന് നിങ്ങൾക്ക് അനേക കാര്യങ്ങൾ ഉൾക്കൊള്ളുവാനായിട്ട് കഴിയും. We were discussing the philosophy of life according to Saint George. ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ ഇന്നലെ പറഞ്ഞതിന്റെ ആകത്തുക അതാണ്. ജീവന്റെയും മരണത്തിന്റെയും ഇടയ്ക്കുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദർഭത്തിൽ വന്നപ്പോൾ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ നമ്മുടെ കരിയറൊക്കെ അങ്ങോട്ട് തുടങ്ങി, നല്ലൊരു ജോലി കിട്ടി, ആ സമയത്താണ് നീ ഒന്നുകിൽ ചക്രവർത്തിയെ ആരാധിക്കണം, അല്ലെങ്കിൽ നിന്റെ ജോലി പോകുമെന്ന് മാത്രമല്ല, അല്ലെങ്കിൽ നീ മരിക്കും എന്നാണ്. ജോലി പോയാൽ മാത്രം മതിയെങ്കിൽ ഞാനിതിന് സന്നദ്ധനല്ല എന്ന് പറഞ്ഞ് ജോലി രാജിവെച്ചൊരു പക്ഷെ പോകാം. പക്ഷെ there is no much options in this case. You have to kneel down and worship the king as your God. അവിടെ ധീരനായ ഗീവർഗീസ് പറഞ്ഞു, മരണത്തെ എനിക്ക് ഭയമില്ല. എന്താണ് പിന്നീട് സംഭവിച്ചത്? ചില ഫോർമാലിറ്റീസ് ചെയ്യേണ്ടതുണ്ട്. അത്രയും ഒരു ഹയസ്റ്റ് ഓഫീസറെ വധിക്കണമെങ്കിൽ റോമൻ സിസ്റ്റത്തിൽ, സിവിൽ സിസ്റ്റത്തിൽ ചില ഫോർമാലിറ്റീസ് ചെയ്യേണ്ടതുണ്ട്. എന്താണ് ആ ഫോർമാലിറ്റീസ്? 7.5 വർഷം അദ്ദേഹത്തെ ന്യായവിസ്താരം നടത്തണം റോമൻ കോർട്ടിൽ, റോയൽ കോർട്ടിൽ. അപ്പോൾ 7.5 വർഷത്തെ വിസ്താരം അദ്ദേഹത്തിന് നടത്തണമെന്ന് പറഞ്ഞാൽ അതിന്റെ ഒരർത്ഥം he should be prosecuted for the hours of a Roman court for 7.5 years. അത്രയും അവേഴ്സ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് 5 ദിവസം, ഒരു ദിവസം 4 മണിക്കൂർ വെച്ച്, അങ്ങനെ 5 ദിവസം, 2 മാസം വെച്ച് അവധിയാണ് എല്ലാ വർഷവും. ഇതെല്ലാം ചേർത്ത് ഏതാണ്ട് 400 മണിക്കൂറോളം സമയം ഒന്നിച്ച് ഗീവർഗീസിനെ പ്രതികൂട്ടി നിർത്തുകയാണ്. അതിനെ 72 ന്യായാധിപന്മാരാണ് ഇരിക്കുന്നത്. So the total hours will be again divided by 72. So to just complete the process, because the judgment is already there that you should die. അതിനുവേണ്ടിയുള്ള പ്രോസിക്യൂഷൻ നടപടികൾ നടത്തി. ഒരുപക്ഷെ
അൻപടിയോന്റെ സമയത്ത് സാധാരണ പാടാറുള്ള ഒരു പാട്ടുണ്ട് അല്ലെ, എന്താ, കാരുണ്യം കണി കാണാത്ത. ഞാൻ പാടണ്ടെന്ന് പറഞ്ഞു, കാരണം കർത്താവിന്റെ കഷ്ടാനുഭവവും മരണവും നടക്കുന്ന നേരത്ത് ഗീവർഗീസായും വേറെ ആരും വേണ്ട. അപ്പോൾ കർത്താവെ ഞങ്ങളോട് കരുണ തോന്നണമേ എന്നുള്ള അപേക്ഷ മതി. എന്നാൽ ആ ഗാനം ഇന്ന് കൈമുത്തുമ്പോൾ പാടാം, പ്രദക്ഷിണ സമയത്ത് പാടാം. ആ ഗാനം ഒന്ന് നോക്കുകയാണെങ്കിൽ ആ ഗാനത്തിൻ്റെ ഒരു കുഴപ്പമില്ല, ഗാനത്തിന്റെ അല്ല പ്രശ്നം. ഇത് പാടുന്ന സമയം കാസോലിക്ക് എന്ന് പറഞ്ഞാൽ അൻപടിയോന്റെ നേരത്ത് പാടാനുള്ള പാട്ടെന്ന് അതിനർത്ഥമേ ഇല്ല. അതെങ്ങനെയോ അങ്ങനെ വന്നു ഭവിച്ചതാണ്. പോകട്ടെ, ആ ഗാനം പറയുന്നത് കാരുണ്യം കണികാത്ത 12 വിധിജ്ഞന്മാർ, 72 ന്യായാധിപന്മാർ ഗീവർഗീസിനെ ന്യായം വിധിച്ചു. അവർ ഒരാളെ പോലും പറഞ്ഞില്ല ഇവൻ നീതിമാനാണെന്ന്. കാരണം എന്താ? They are all the official judges of the royal court. പെട്ടെന്ന് എഴുതി ഒപ്പിട്ട് കൊടുത്തു ഗീവർഗീസിനെ വധിക്കുവാൻ. എങ്ങനെയാണ് ഗീവർഗീസിനെ വധിച്ചത്? അതിന്ന് നാം എവൻഗേലിയൻ കഴിഞ്ഞപ്പോൾ പാടി. എങ്ങനെയായിരുന്നു? ചക്രത്തിന്മീതെ അവനെ കിടത്തി എന്ന് വെച്ചാൽ എന്താ അതിന്റെ അർത്ഥം? അനേകം വാളുകൾ പിണച്ചു വെച്ചുകൊണ്ട് they made a circle, by making many swords. വാളുകൾ പിണച്ചു വെച്ചുകൊണ്ട് ഒരു വണ്ടിച്ചക്രം പോലെ ഉണ്ടാക്കി. ആ വാളുകളുടെ പിടി ആരമെല്ലാം വരുന്നിടത്ത് അപ്പോൾ ഒരു എന്തുണ്ടാവും, ഒരു ഹോളം ഉണ്ടാകും. അത് ഒരു മരത്തിലൂടെ തിരികെ കയറ്റി ഗീവർഗീസിനെ വാളുകൾക്കകത്ത് പിണച്ചു വെച്ചു. അങ്ങനെയുള്ള ചിത്രങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. ഈജിപ്തിലെ ഉടനീളം ഗീവർഗീസ് സഹോദരന്റെ ദേവാലയങ്ങളിൽ അങ്ങനെയുള്ള ചിത്രങ്ങൾ കാണുവാൻ കഴിയും. എന്നിട്ട് എന്താ ചെയ്തത്? അതിന്റെ മുകളിൽ ഫ്യുവൽ ഒഴിച്ചു, മേലും കീഴും തീ കൊടുത്തു, ഈ ചക്രം കറക്കി. ചുരുക്കി പറഞ്ഞാൽ ശരീരം മുഴുവൻ മുറിഞ്ഞ, അല്ലെ, വാളുകൾ കൊണ്ടുള്ള ചക്രത്തിനകത്ത് ഒരാളെ തിരികെ കയറ്റിയാൽ എങ്ങനെയിരിക്കും? ശരീരം മുഴുവൻ മുറിഞ്ഞ് രക്തമൊലിക്കുമ്പോൾ ആ രക്തത്തിലേക്ക് എണ്ണയൊഴിച്ച് ഗീവർഗീസിനെ പച്ചയ്ക്ക് കത്തിക്കുകയാണ്. ഞാൻ ഇന്നലെ സൂചിപ്പിച്ചല്ലോ, ആദ്യം അങ്ങനെ ചെയ്തു മരിച്ചില്ല, പിന്നെ ഇങ്ങനെ ചെയ്തു മരിച്ചില്ല. അങ്ങനെയുള്ള അത്ഭുതങ്ങളൊന്നും ഗീവർഗീസ് അവിടെ കാണിച്ചില്ല. ഗീവർഗീസ് കാണിച്ച അത്ഭുതങ്ങള് തന്റെ മരണത്തെ ധിക്കരിക്കുന്നതല്ല. He was ready to die. അദ്ദേഹം കാണിച്ച അത്ഭുതങ്ങള് അനേകർക്ക് ആശ്വാസം കൊടുക്കുവാനുള്ള തന്റെ ധീരതയാണ്. In other words, നമ്മുടെ കർത്താവും അദ്ദേഹത്തെ പിന്തുടർന്ന സഹോദരന്മാരും right away from Stephanos until today, if someone is dying for Christ, അവർ കാണിക്കുന്ന ഏറ്റവും വലിയ അത്ഭുതം their readiness to die for justice and truth. Their readiness to die for justice and truth. ഇൻജസ്റ്റിസ് ഉള്ള, അൺട്രൂത്ത് ഉള്ള ഒരു കാര്യത്തിന് വേണ്ടി ഞാൻ കോംപ്രമൈസ് ചെയ്യുന്നതിനേക്കാൾ എനിക്ക് നല്ലത് വിശ്വാസ ധീരതയ്ക്ക് വേണ്ടി, എന്റെ പ്രിൻസിപ്പിൾസിന് വേണ്ടി മരിക്കുന്നതാണ് എനിക്ക് കൂടുതൽ നല്ലത് എന്നാണ് സഹദത്വം നമ്മെ പഠിപ്പിക്കുന്നത്. ദാറ്റ് ഈസ് ദ ഫിലോസഫി ഓഫ് മാർട്ടിസം. ചുരുക്കത്തിൽ ഗീവർഗീസ് പച്ചയ്ക്ക് കത്തിക്കപ്പെട്ടു. ഇന്നലത്തെ പ്രമേയം വായനയിൽ പറയുന്നുണ്ട്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഡയോക്ലീഷ്യൻ ചക്രവർത്തിയുടെ ഭാര്യ അലക്സാന്ദ്രിയ രാജ്ഞി പറഞ്ഞല്ലോ, ഇയാളെ ദൈവമല്ല, ഇയാൾ പച്ച മനുഷ്യനാണ്. ആ രാജ്ഞി ധൈര്യത്തോടെ പറഞ്ഞു, see the courage of this young soldier. ഗീവർഗീസിന്റെ മുഖത്ത് പരിശുദ്ധാത്മാവിന്റെ ആ പ്രഭ രാജ്ഞിക്ക് കാണാമായിരുന്നു. രാജ്ഞി ധീരമായിട്ട് പറഞ്ഞു, ഗീവർഗീസിന്റെ ദൈവത്തിൽ ഞാനും വിശ്വസിക്കുന്നു. The death of a martyr is a seed of faith എന്ന് പിതാക്കന്മാർ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഗീവർഗീസ് മരിക്കുമ്പോൾ
അലക്സാന്ദ്രിയ രാജ്ഞി കൂടെ വിശ്വാസം, സത്യവിശ്വാസം പ്രഖ്യാപിക്കുകയാണ്. So it's a great entry to the royal house. എന്താ ചെയ്തത്? രാജ്ഞിയെ എടുത്ത് അഗ്നിയിലേക്ക് എറിയുവാൻ ഗലേറിയന്റെ പ്രാർത്ഥനയായി ഡയോക്ലീഷ്യന് ഓർഡർ ഇടുന്നു വന്നു. സ്വന്തം ഭാര്യയെ കൂടെ കത്തിക്കുവാൻ പറഞ്ഞു. ഏപ്രിൽ 23 സെന്റ് ജോർജ് ഡേ ആണ് എങ്കിൽ ഏപ്രിൽ 24 പ്രത്യേകിച്ച് യൂറോപ്പിലെ കലണ്ടറുകൾ നോക്കിയാൽ സെന്റ് അലക്സാൻഡ്രയാണ്. ഞാൻ അധികം സമയമെടുക്കാൻ ഒക്കുകയില്ലല്ലോ. ആ സംഭവങ്ങൾ 303 കഴിയുന്നു. ഡയോക്ലീഷ്യൻ ചക്രവർത്തി ദൈവമായി 305 ആയപ്പോഴേക്കും ഗലേറിയൻ പൂർണ്ണമായി ഭരണം പിടിച്ചെടുത്തു. ഗലേറിയനും കോൺസ്റ്റാന്റിനസ് എന്ന് പറയുന്ന മറ്റ് കൈസറും കൂടി. എന്നിട്ട് ഡയോക്ലീഷ്യൻ ചക്രവർത്തിയെ ദൈവം ഇനി നാട് ഭരിക്കേണ്ട, ദൈവം ആരാധിക്കപ്പെട്ടാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ആധുനിക ക്രൊയേഷ്യയിലെ ഒരു ഗ്രീഷ്മഗൃഹത്തിൽ ചക്രവർത്തിയെ തടവിലാക്കി, വീട്ടുതടവിലാക്കി. കുടിക്കാൻ കഞ്ഞിയൊക്കെ കൊടുത്തുകയാണ്. അവിടെ സമ്മർ പാലസ് എന്ന് പേരിട്ട് അവിടെ കൊണ്ടുപോയി താമസിപ്പിച്ചു. ഗലേറിയൻ സാധിക്കുന്ന എല്ലാ നരനായാട്ടും നടത്തി. കോൺസ്റ്റാന്റിനസ് വാസ് ഡെഡ്ലി അഗൻസ്റ്റ് ദാറ്റ്, ബട്ട് ഹി വാസ് നോട്ട് ദാറ്റ് പവർഫുൾ ആസ് ഗലേറിയൻ. വീണ്ടും എന്താണ് സംഭവിക്കുന്നത്? 305 മുതൽ 310 അവസാനം വരെ ഏതാണ്ട് 6 വർഷം ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ ക്രൈസ്തവ പീഡനം നടന്നു. ഏഷ്യ മൈനറിലും ആഫ്രിക്കൻ രാജ്യങ്ങളിലും എവിടെയൊക്കെ ക്രിസ്ത്യാനിറ്റി റോമൻ സാമ്രാജ്യത്തിന്റെ കീഴിൽ ഉണ്ടായിരുന്നുവോ അവിടെ എല്ലാം ക്രിസ്ത്യാനികളെ കൊന്നൊടുക്കി. പക്ഷേ ഒരു ക്രിസ്ത്യാനി മരിക്കുമ്പോൾ 100 ക്രിസ്ത്യാനികൾ ജനിക്കുന്നത് പോലെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്താൽ സഭ രക്തം കൊണ്ട് ശക്തിപ്പെട്ടു എന്നാണ് പിതാക്കന്മാർ എഴുതിയിരിക്കുന്നത്. 311 ഫെബ്രുവരി മാസത്തിൽ എഡിക്റ്റ് ഓഫ് സെർഡിയ എന്നൊരു വിളംബരം ഗലേറിയൻ പുറപ്പെടുവിക്കുന്നു. എന്താണ് ആ വിളംബരത്തിന്റെ അർത്ഥം? ഇനി ക്രിസ്ത്യാനികളെ നാം ഉപദ്രവിക്കണ്ട. എന്താണ് അതിന് കാരണം? ഗലേറിയന്റെ ചരിത്രം ഒന്ന് വായിച്ചു നോക്കിയാൽ, നിങ്ങൾ എന്നെ വിശ്വസിക്കുന്ന എനിക്കറിയാം, നീ എന്നെ വിശ്വസിക്കുന്നതിന് ഒരു റെഫറൻസ് കൂടി, യു ഗോ ആൻഡ് സെർച്ച് ദി ഹിസ്റ്ററി ഓഫ് എംപറർ ഗലേറിയൻ. അവിടെ എഴുതിയിരിക്കുകയാണ്, then the emperor Galerian was afflicted with a severe cancerous fistula. ശുദ്ധ മലയാളത്തിൽ പറഞ്ഞാൽ വിജയശ്രീലാളിതനായിട്ട് ഇരിക്കുമ്പോൾ ചക്രവർത്തിക്ക് സ്റ്റൂൾ പാർട്ടിൽ ഒരു ചൊറിച്ചൽ. അതുപോലെ എന്ന് പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്, പക്ഷെ ചരിത്രമാണ്. അവിടെ ചൊറിഞ്ഞു പൊട്ടിയപ്പോൾ അവിടെ നിന്ന് ക്യാൻസറസ് വേംസ്, പുഴുക്കൾ ഇങ്ങോട്ട് ചാടാൻ തുടങ്ങി സ്വന്തം ശരീരത്തിൽ നിന്ന്. അത് റോമിന്റെ സിംഹാസനത്തിൽ യഥേഷ്ടം വിഹരിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. കിട്ടാവുന്ന ചികിത്സയെല്ലാം നോക്കി, നാറിയിട്ട് ആ ഭാഗത്തേക്ക് മനുഷ്യനെ നടക്കാൻ ഒക്കുകയില്ല. തന്റെ ചക്രവർത്തിനി വലേറിയ, ഡയോക്ലീഷ്യൻ ചക്രവർത്തിയുടെ മകൾ, മൂക്ക് പൊത്തിക്കൊണ്ട്, ഇപ്പൊ നമ്മളൊക്കെ മൂക്കും മുയക്കൊക്കെ പൊത്തിയതൊക്കെ അല്ലേ, അതുപോലെ മൂക്ക് പൊത്തിക്കൊണ്ട് വന്നിട്ട് ചോദിച്ചു, ചാകരുതോ ഇയാൾക്ക്? ഇത്രയും ക്രൂരത കാണിച്ച, ഇത്രയും മനുഷ്യരുടെ രക്തം ഒഴുക്കിയ താങ്കൾ എന്തിന് ജീവിച്ചിരിക്കണം? ഒരു ഗത്യന്തരവുമില്ലാതെ വന്നപ്പോൾ വളരെ വിഷണ്ണനായി തീർന്ന, ഒപ്പം അനുതാപമുണ്ടായ ഗലേറിയൻ ചക്രവർത്തി 311 ഫെബ്രുവരി മാസത്തിൽ ദ എഡിക്റ്റ് ഓഫ് സെർഡിയ വിളംബരം എഴുതി വെച്ചു, ക്രിസ്ത്യാനികളെ ഇനി പീഡിപ്പിക്കേണ്ട. താമസിയാതെ അദ്ദേഹം
സ്വയം ആത്മഹത്യ ചെയ്തു എന്നാണ് ചരിത്രം പറയുന്നത്. സർവ്വസൈന്യാധിപൻ അന്നത്തെ സർവ്വസൈന്യാധിപനോട് തന്നെ കൊല്ലുവാൻ ആജ്ഞാപിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇയാളെ കൊന്നാൽ, അങ്ങനെ ഒരു തിയറിയുണ്ട്, ഒരു രക്തപാതകിയെ മറ്റൊരാൾ കൊല്ലുമ്പോൾ ഇവൻ ചെയ്ത രക്തപാതകമെല്ലാം കൊല്ലുന്നവന്റെ തലയിലിരിക്കും. അതുകൊണ്ടാണ് ആരുടെയും ദേഹത്ത്, എത്ര തിന്മ ചെയ്തവന്റെ ആയാലും ദേഹത്ത് കൈവയ്ക്കുവാൻ നമുക്ക് അവകാശമില്ല എന്ന് പറയുന്നു. അപ്പൊ സൈന്യാധിപൻ പറഞ്ഞു, താങ്കളുടെ വാളുണ്ടല്ലോ, അത് ഊരി അതിൽ വീണ് സ്വയം മരിക്കുക. ഇയാളെ കൊല്ലുവാൻ മാത്രമുള്ള അധാർമികത എന്റെ കയ്യിലില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, തന്റെ ക്രൂരതയുടെ അവസാന ഘട്ടത്തിൽ സഹ സീസറായിരുന്ന കോൺസ്റ്റാന്റിനസ് പോലും ഒരു യുദ്ധമുഖത്ത് വധിക്കപ്പെട്ടു. അതും ഗലേറിയന്റെ തന്ത്രമായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഏതായിരുന്നാലും ഗലേറിയൻ വധിക്കപ്പെട്ടപ്പോൾ നാം റോമ സാമ്രാജ്യത്തിലേക്ക് നോക്കുകയാണെങ്കിൽ കോൺസ്റ്റാന്റിനസിന്റെ ഭാര്യ ഹെലനി രാജ്ഞി, കോൺസ്റ്റാന്റിനസിന്റെ മകൻ കോൺസ്റ്റന്റൈൻ was still a teenager. ആ മകന്റെ കയ്യിലാണ് പിന്നീട് ഭരണം വരുന്നത്. പിന്നീട് മഹാനായ കുസ്തന്തീനോസ് രാജാവ് എന്നറിയപ്പെട്ട കോൺസ്റ്റന്റൈൻ ദ സെക്കൻഡ് എന്ന് പറയുന്ന രാജാവ് ഭരണാധികാരത്തിൽ വരുന്നു. എൻ്റെ അമ്മ ഹെലനി രാജ്ഞി അവരൊന്നിച്ച് ഭരണാധികാരത്തിൽ വന്ന ഉടൻ ആദ്യം ചെയ്യുന്നത് AD 313 എഡിക്ട് ഓഫ് മിലാൻ ആണ്. മിലാനിലെ വിളംബരത്തിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞു, റോമ സാമ്രാജ്യത്തിന് ഒരു പ്രത്യേക മതം ഇല്ല. ആർക്കും അവരവർക്ക് ഇഷ്ടമുള്ള ദൈവത്തെ ആരാധിക്കാം. എ സെക്യുലർ റോമൻ സ്റ്റേറ്റ്. ഒരു കാര്യം കൂടെ പറഞ്ഞു, ചക്രവർത്തി ആരാധന ഇനിയില്ല. ഡയോക്ലിഷ്യനും ഗലേറിയനും ചക്രവർത്തി ദൈവമാണെന്ന് പറഞ്ഞവരാണ്. അവരുടെ അന്ത്യം കണ്ട കോൺസ്റ്റന്റൈനും മാതാവ് ഹെലനിയും, ഹെലനി രാജ്ഞി സിറിയൻ ഓർത്തഡോക്സ് സഭയിലെ ഒരു പുരോഹിതന്റെ മകളായിരുന്നുവെന്നും അവിടെ യുദ്ധത്തിന് പോയപ്പോൾ ഈ പെൺകുട്ടിയെ പിടിച്ചുകൊണ്ടുവന്നതാണ് എന്നുമൊക്കെ കഥകൾ കാണുന്നുണ്ട്. So she was already a bona fide Christian. ആ ക്രിസ്ത്യാനിറ്റിയുടെ തത്വങ്ങൾ പഠിപ്പിച്ചുകൊണ്ടാണ് തന്റെ മകൻ കുസ്തന്തീനോസിനെ അവർ വളർത്തിയത്. ഈ അമ്മ മകനോട് ചേർന്ന് രാജ്യത്ത് ഇനി ചക്രവർത്തി ആരാധനയില്ല എന്ന് പ്രഖ്യാപിച്ചു. അതുപോലെ തന്നെ ക്രിസ്ത്യാനികളെ ഇനി പീഡിപ്പിക്കേണ്ടതില്ല, എല്ലാവർക്കും അവരവർക്ക് എന്താണോ ഇഷ്ടം അത് ആരാധിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ദേശത്ത് സാമുദായിക ലഹളകൾ അവസാനിച്ചു, മതപീഡനം അവസാനിച്ചു, ഒരു പുതിയ ദർശനത്തിലേക്ക് റോമാ സാമ്രാജ്യം വളർന്നു. ഈ സമയത്താണ് രണ്ട് വൃദ്ധരായ മനുഷ്യർ ഒരു പട്ടിൽ ഒരു ചെപ്പ് പൊതിഞ്ഞുകൊണ്ട് വരുന്നത്. രാജമാതാവിന്റെ കയ്യിൽ ആ ചെപ്പ് ഏൽപ്പിക്കുവാൻ അവസരം ചോദിക്കുകയാണ്. എന്താണ് ഇത് എന്ന് ചോദിച്ചപ്പോൾ അവർ പറയുകയാണ്, ഗീവർഗീസിനെ വധിച്ച് കത്തിച്ച് കളയുവാൻ നിയോഗിതരായ റോമൻ ഒഫീഷ്യൽസ് ആയിരുന്നു ഞങ്ങൾ. ആരാച്ചാന്മാർ എന്ന് പറഞ്ഞാൽ റോമൻ ദേവതകൾക്ക് ആരാധന അർപ്പിക്കുന്ന, ബലി അർപ്പിക്കുന്ന പുരോഹിതന്മാർ കൂടെയാണ്. ഞങ്ങളാണ് ഗീവർഗീസിനെയും അലക്സാന്ദ്രിയ രാജ്ഞിയെയും കത്തിച്ചത്. ആ പാപം ഞങ്ങളുടെ തലയിലിരിക്കുന്നു. എന്നാൽ ആ ബഹളങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് പറക്കിയെടുത്ത അസ്ഥികളാണിത്. അവൻ വധിക്കപ്പെടുമ്പോൾ ഞങ്ങളും അവന്റെ ദൈവത്തിൽ വിശ്വസിച്ചു. പ്രിയമുള്ളവരെ, ദൈവത്തെ സ്തുതിക്കാം നമുക്ക്. ഞങ്ങളും സൈലന്റ് ക്രിസ്ത്യാനികളായി ഞങ്ങളിത് സൂക്ഷിച്ചു. ഇപ്പോൾ
രാജ്യത്ത് സമാധാനമുണ്ടായപ്പോൾ ഈ വിശുദ്ധന്റെ അസ്ഥികൾ അമ്മയെ ഏൽപ്പിക്കുകയാണ്. കാരണം ഇത് പുണ്യമുള്ളതാണ്, ഇത് ഭവനത്തിൽ വെച്ചുകൊണ്ടിരിക്കാൻ ഒക്കെയില്ല. രാജമാതാവ് അത് സ്വീകരിച്ചു. തന്റെ ജന്മസ്ഥലമായ ലിഥായിൽ ഒരു സ്മാരക കബറിടം ഉണ്ടാക്കി. ആ അസ്ഥികൾ ആവശ്യമുള്ളിടത്തൊക്കെയും അതിന്റെ അംശങ്ങൾ കൊടുത്തുവിട്ടു. നെക്കുമേനിയയിലും ലിഥായിലും ഈജിപ്തിലെ പല ദേറാകളിലും ഒക്കെ നമുക്ക് ഈ അസ്ഥി കഷ്ണം, ആ അസ്ഥിയുടെ ഒരു അംശം നമ്മുടെ പുതുപ്പള്ളി പള്ളിയിൽ ഉൾപ്പെടെ അത് നമുക്ക് ലഭിച്ചു എന്നുള്ളതിന് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. മാത്രവുമല്ല, ആ വലിയ പാരമ്പര്യം ലോകമെമ്പാടും വ്യാപിച്ചു. ഇന്ന് എന്താണ് നമ്മൾ കാണുന്നത്? ഈ ഡാളസ് ഇർവിംഗ് സെന്റ് ജോർജ് ദേവാലയം പോലെ ദശലക്ഷക്കണക്കിന് ദേവാലയങ്ങൾ ലോകമെമ്പാടുമുണ്ട്. ഏത് രാജ്യത്ത് പോയാലും യു വുഡ് മിസ് സെന്റ് ജോർജ്. ലോകമെല്ലായിടത്തും പരിശുദ്ധ ദൈവമാതാവിന്റെ നാമത്തിലുള്ള ദേവാലയങ്ങൾ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആദരിക്കപ്പെടുന്നത് സെന്റ് ജോർജ് ആണ്. ഇത് കഴിഞ്ഞേ ഉള്ളൂ മറ്റ് സ്ലീഹന്മാരൊക്കെ. സെന്റ് ജോർജ് റോമൻ എംപയറിൽ എങ്ങനെ നിന്നുവോ അതുപോലെ തന്നെ ബ്രിട്ടീഷ് എംപയറിൽ എവിടെയൊക്കെ ഫോർട്ടുകളുണ്ടോ, എവിടെയൊക്കെ രാജ്യം സ്ഥാപിച്ചിട്ടുണ്ടോ, അവിടെ എല്ലാം സെന്റ് ജോർജ് ടൗൺ ഉണ്ടായി. ജോർജിയ എന്ന് പറയുന്ന ഒരു ദേശമുണ്ട്, ജോർജിയ എന്ന് പറയുന്ന സംസ്ഥാനമുണ്ട്. അമേരിക്കയിൽ മാത്രമല്ല, ഓസ്ട്രേലിയയിലുണ്ട്, ഇംഗ്ലണ്ടിലുണ്ട്. സെന്റ് ജോർജ് ടൗൺ എന്ന് പറഞ്ഞ അനേകം ടൗണുകളുണ്ട്. ലോകോത്തരമായ അനേകം പട്ടണങ്ങളുടെ പേട്രൺ സെയിന്റ് സെന്റ് ജോർജ് ആണ്. ഞാൻ എപ്പോഴും ആവർത്തിച്ച് പറയും, ഒരിക്കലൊരു യാത്രയിൽ ബെയ്റൂട്ടിൽ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുകയാണ്. അപ്പോൾ മെഡിറ്ററേനിയൻ ടോപ്പിൽ ഹിൽ ടോപ്പ് ലാൻഡിംഗ് ആണ്. മുഴുവൻ മലകളാണ് ഒരു സൈഡ്, മറുവശത്ത് നോക്കുമ്പോൾ മുഴുവൻ വെള്ളമാണ്. എവിടെ ഇത് കൊണ്ട് ഇറക്കുന്നതെന്ന് അറിയാതെ വിഷമിച്ചിരിക്കുമ്പോൾ ഒരു കുന്തത്തിന്റെ മുകൾ വശം പൊങ്ങി വരുന്നു. നോക്കിയപ്പോൾ നമ്മുടെ ഗീവർഗീസ് സഹതയാണ്. ആ മലനിരകൾക്കിടയിലുള്ള ഒരു വലിയ ഫോർട്ടും അതിന്റെ മുകളിൽ ഗീവർഗീസ് സഹതയുടെ വലിയൊരു ബിംബവും ഒരു പ്രതിരൂപവും പൂർണ്ണ ഇസ്ലാമിക രാജ്യത്ത് ആ സിറ്റിയിൽ നിൽക്കുന്നതായിട്ട് കാണുകയാണ്. ചരിത്രം അന്വേഷിച്ചപ്പോൾ സെന്റ് ജോർജ് ഈസ് ദ പേട്രൺ ഓഫ് ദാറ്റ് സിറ്റി. നിങ്ങൾ പോയി നോക്കിക്കോ ഇനി ബെയ്റൂട്ടിന്റെ പേട്രൺ സെയിന്റ് ആരാണെന്ന്. തീവ്ര ഇസ്ലാമിക രാജ്യങ്ങളിൽ പോലും സെന്റ് ജോർജ് ആദരിക്കപ്പെടുന്നു. എല്ലാ ക്രൈസ്തവ ഓർത്തഡോക്സ് ക്രൈസ്തവർ മുഴുവൻ, കത്തോലിക്ക സഭ മുഴുവൻ, ആംഗ്ലിക്കൻ സഭ മുഴുവൻ, എല്ലാ പാരമ്പര്യങ്ങളിലും ഏറെ ബഹുമാന്യതനായ ഒരു വ്യക്തിയായിട്ട് സെന്റ് ജോർജ് കാണപ്പെടുന്നു. ഞാൻ ദീർഘിക്കുന്നില്ല പ്രിയമുള്ളവരെ. ഈ പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിന്റെ ധൂപപ്രാർത്ഥന നടത്തുന്നതിന് തൊട്ട് മുൻപ് ഇന്ന് വായിച്ച ഏവങ്കേലിയോനിലെ 1-2 വാക്കുകൾ മാത്രം നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരട്ടെ. യേശു ജനക്കൂട്ടത്തെയും ശിഷ്യന്മാരെയും വിളിച്ച് അവരോട് പറഞ്ഞു, എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ തന്നെ ത്യജിച്ച് തന്റെ കുരിശെടുത്ത് എന്റെ പിന്നാലെ വരട്ടെ. Those who want to follow me. ഇന്നലെ വൈകിട്ട് നാം വായിച്ചതും ഫോളോ മീ എന്നുള്ള സന്ദേശമാണ്. എന്നെ അനുഗമിക്കാം. അങ്ങനെ അനുഗമിക്കുന്നുവെങ്കിൽ എന്ത് വേണം? ഫസ്റ്റ് ഓഫ് ഓൾ sacrifice yourself. There cannot be any conditional following of Jesus Christ. Complete surrender. തന്റെ കുരിശെടുത്ത് തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഭാരങ്ങൾ എന്താണോ അതെടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കുക. വീണ്ടും അവിടെ പറയുകയാണ്, തന്റെ ജീവൻ രക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ അത് നശിപ്പിക്കും. എനിക്ക് വേണ്ടിയും എന്റെ സുവിശേഷത്തിന് വേണ്ടിയും തന്റെ ജീവൻ നശിപ്പിക്കുന്നവൻ അത് രക്ഷിക്കും. Dearly beloved, see the wonder
a soldier who lived only 23 years in this world. But now we are celebrating his 1717th memorial feast. The entire world. മറിച്ച് എനിക്ക് ഉറപ്പുണ്ട്, എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലരും, ഒരുപക്ഷെ എല്ലാവരും അല്ല, കുറെ പേരൊക്കെ കേട്ടു, എന്നാൽ പലരും ഇന്നായിരിക്കും ആദ്യമായിട്ട് ഈ ഡയോക്ലീഷ്യൻ ചക്രവർത്തി എന്നും പ്രത്യേകിച്ച് ഗലേറിയൻ ചക്രവർത്തി എന്നൊക്കെ കേൾക്കുന്നത്. Who cares? Who remembers them? സാമ്രാജ്യത്തിൽ ഒരു ഭൂമികുലുക്കം 5-ാം നൂറ്റാണ്ടിൽ ഉണ്ടായപ്പോൾ സർവ്വ ചക്രവർത്തിമാരുടെയും ശവകുടീരങ്ങളൊക്കെ തകർന്നടിഞ്ഞു. ഇന്ന് റോമിൽ ചെന്നാൽ ഇതൊന്നും നിങ്ങൾക്ക് കാണാൻ കിട്ടുകയില്ല. അഗസ്തസ് സീസറിന്റെ ഒരു കൊട്ടാരം അത് ഈ അടുത്ത ഇടയ്ക്ക് മണ്ണിൽ നിന്ന് വീണ്ടും എക്സ്കവേഷൻ നടത്തി കണ്ടെടുത്തു. അത് യേശുക്രിസ്തുവിനെ കൊല്ലുവാനായിട്ട് കൽപ്പന പുറപ്പെടുവിച്ച, 2 വർഷം വയസ്സിൽ താഴെയുള്ളവരെയൊക്കെ കൊല്ലുവാൻ കൽപ്പന പുറപ്പെടുവിച്ച ആ മണ്ഡപമാണെന്നൊക്കെ ചിലർ പറയാറുണ്ട്. ക്രിസ്തു ലോകത്തിന്റെ അധിപനായിട്ട് നിലനിൽക്കുകയാണ്. അവനെ അനുഗമിച്ചവർ ലോകത്തിന്റെ രക്ഷകരായിട്ട് സഹോദരന്മാരായി കിരീടം പ്രാപിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് ഈ വിശുദ്ധന്റെ പെരുന്നാൾ നാം ആഘോഷിക്കുന്നു. വിശ്വാസത്തോടുകൂടി ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം പൂർത്തീകരിക്കുമെന്നുള്ള ഉറച്ച വിശ്വാസത്തോടുകൂടി മരണത്തെ ഒന്നും നമ്മൾ ഭയക്കണ്ട. മോർട്ടൽ ഡെത്ത് അല്ല നമ്മുടെ വിഷയം. If you are dying in your philosophy, if you are compromising your philosophy for your mere mortal body, for your mere physical life, then you are a wonderful stupid. But if you are living for your philosophies, for your ideologies, for your living God, you are the cleverest person. ഞാൻ നിങ്ങളോടല്ല, എന്നോട് തന്നെയാണ് പറയുന്നത്. അത്തരത്തിൽ ഒരു ജീവിതം നയിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഈ പരിശുദ്ധന്റെ മാധ്യസ്ഥം നമുക്ക് കോട്ടയായിരിക്കട്ടെ. ഏറെ സന്തോഷത്തോടെ പ്രത്യാശയോടെ ഈ പരിശുദ്ധന്റെ പെരുന്നാൾ നമുക്ക് ധൂപ്രാർത്ഥന നടത്തി ആഘോഷിക്കാം. അതോട് ചേർന്ന് കഴിയുമ്പോൾ ഇന്ന് സഭയെ നയിച്ച 5-ാം മാർത്തോമായുടെ അദ്ദേഹം ഒരുപാട് കഷ്ടതകൾ സഹിച്ചതാണ്. പണം കൊടുക്കാനായിട്ട് വന്നവർക്ക്, അതായത് പുറത്തുനിന്ന് കുറച്ച് പേര് വന്നു, ഒരാളെ ഒന്ന് ഹെൽപ്പിന് അയക്കണമെന്ന് എഴുതിയപ്പോൾ ഒരു കൂട്ടം ആൾക്കാർക്ക് വന്നു. 1751 അവരുടെ എല്ലാം കപ്പൽ ചെലവ്, കൂലി ഒക്കെ കൊടുക്കാൻ പറഞ്ഞു 5-ാം മാർത്തോമയോട്. കൊടുക്കാത്തത് വരെയും അദ്ദേഹത്തെ പിടിച്ച് ജയിലിലിട്ടു. അന്നത്തെ ഡച്ച് ഗവൺമെന്റ് ആണെന്നാണ് എൻ്റെ ഓർമ്മ. 1751 അങ്ങനെ സഭയ്ക്ക് വേണ്ടി കഷ്ടപ്പെട്ട പിതാക്കന്മാരുണ്ട്. അവരെയൊക്കെ ഓർക്കുവാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. ഇപ്പോൾ സഹതായ നീതിമാന്മാരുടെ ധൂപമർപ്പിച്ചുകൊണ്ട് സഹതായുടെ പെരുന്നാൾ ആഘോഷിക്കാം. തുടർന്ന് വാങ്ങിപ്പോയ എല്ലാ വൈദിക ശ്രേഷ്ഠരെയും, പ്രത്യേകിച്ച് 5-ാം മാർത്തോമയെയും നമ്മിൽ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് കുർബാനയുടെ പൂർത്തീകരണത്തിലേക്ക് നമ്മൾ കിടക്കാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ.